24 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, സഹോദരി സഹോദരന്മാർ എന്ന ബോധത്തിൽ നിന്നും മാറി സഹോദരന്മാരായി മനസ്സിലാക്കൂ. അപ്പോൾ സിവിൽ ആയി ഉണ്ടാകും. ആത്മാവ് എപ്പോഴാണോ സിവിലൈസ്ഡ് ആകുന്നത് അപ്പോൾ കർമാതീതമാകാൻ സാധിക്കും. ചോദ്യം: തൻ്റെ കുറവുകളെ നീക്കം ചെയ്യുന്നതിന് വേണ്ടി ഏതൊരു യുക്തി രചിക്കേണ്ടത് ആവശ്യമാണ്? ഉത്തരം: തൻ്റെ ക്യാരക്ടേഴ്സിൻ്റെ രജിസ്റ്റർ വയ്ക്കൂ. അതിൽ ദിവസേനയുള്ള കണക്ക് നോട്ട് ചെയ്യൂ. രജിസ്റ്റർ വയ്ക്കുന്നതിലൂടെ തൻ്റെ കുറവുകളെ അറിയാൻ കഴിയും. പിന്നെ സഹജമായി തന്നെ അവയെ നീക്കം ചെയ്യാൻ സാധിക്കും. കുറവുകളെ നീക്കം ചെയ്ത് ഒരു ബാബയുടേതല്ലാതെ രണ്ടാമതൊന്നിൻ്റെയും ഓർമ്മ ഉണ്ടായിരിക്കാത്ത അവസ്ഥയിൽ എത്തിച്ചേരണം. ഒരു പഴയ വസ്തുവിലും മമത്വം ഉണ്ടായിരിക്കരുത്. ഉള്ളിൽ യാതൊന്നും ആവശ്യപ്പെടുന്നതിൻ്റെ ആഗ്രഹം ഉണ്ടായിരിക്കരുത്. ഓം ശാന്തി. ഒന്നാണ് മാനവ ബുദ്ധി, മറ്റൊന്നാണ് ഈശ്വരീയ ബുദ്ധി, പിന്നെ ഉള്ളതാണ് ദേവതാ ബുദ്ധി. മാനവ ബുദ്ധി ആസുരീയ ബുദ്ധിയാണ്, ക്രിമിനൽ ഐസ്ഡ് ആണല്ലോ. ഒന്നാണ് സിവിലൈസ്ഡ്, മറ്റൊന്നാണ് ക്രിമിനൽ ഐസ്ഡ്. ദേവതമാർ വൈസ്ലെസ് ആണ്, സിവിൽ ഐസ്ഡ് ആണ്. ഇവിടെ കലിയുഗി മനുഷ്യർ വിഷ്യസും ക്രിമിനൽ ഐസ്ഡുമാണ്. അവരുടെ ചിന്തകൾ തന്നെ വിഷ്യസ് ആയിരിക്കും. ക്രിമിനൽ ഐസ്ഡ് മനുഷ്യൻ രാവണൻ്റെ ജയിലിൽ കിടക്കുന്നു. രാവണ രാജ്യത്തിൽ എല്ലാവരും ക്രിമിനൽ ഐസ്ഡ് ആണ്. ഒരാൾ പോലും സിവിൽ ഐസ്ഡ് അല്ല. ഇപ്പോൾ നിങ്ങൾ പുരുഷോത്തമ സംഗമയുഗത്തിലാണ്. ഇപ്പോൾ ബാബ നിങ്ങളെ ക്രിമിനൽ ഐസ്ഡിൽ നിന്നും മാറ്റി സിവിൽ ഐസ്ഡ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ക്രിമിനൽ ഐസ്ഡ് ആയവരും അനേകം പ്രകാരത്തിലുണ്ട്. ചിലർ സെമിയാണ്, ചിലർ മറ്റൊരു രീതിയിൽ. എപ്പോഴാണോ സിവിൽ ഐസ്ഡ് ആയി മാറുന്നത് അപ്പോൾ കർമാതീത അവസ്ഥ ഉണ്ടാകും. പിന്നെ ബ്രദർലി ഐസ് അഥവാ സഹോദര ദൃഷ്ടി ഉണ്ടാകും. ആത്മാവ് ആത്മാവിനെ നോക്കുന്നുവെങ്കിൽ ശരീരമേ ഉണ്ടായിരിക്കുന്നില്ലെങ്കിൽ ക്രിമിനലൈസ്ഡ് എങ്ങനെയാകും? അതിനാൽ ബാബ പറയുന്നു, സ്വയം സഹോദരി സഹോദരന്മാരാണ് എന്ന ബോധത്തിൽ നിന്നും മാറൂ. സഹോദരന്മാരായി മനസ്സിലാക്കൂ. ഇതും വളരെ ഗുഹ്യമായ കാര്യമാണ്. ഒരിക്കലും ആരുടെയെങ്കിലും ബുദ്ധിയിൽ വരിക സാധ്യമല്ല. സിവിലൈസ്ഡ് എന്നതിൻ്റെ അർത്ഥം ആരുടെയും ബുദ്ധിയിൽ വരിക സാധ്യമല്ല. അഥവാ വരികയാണെങ്കിൽ ഉയർന്ന പദവി നേടിയേനെ. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കൂ. ശരീരത്തെ മറക്കണം. ഈ ശരീരത്തെ ബാബയുടെ ഓർമ്മയിൽ ഉപേക്ഷിക്കുകയും വേണം. ഞാൻ ആത്മാവ് ബാബയുടെ അടുക്കൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ദേഹത്തിൻ്റെ അഭിമാനം ഉപേക്ഷിച്ച് പവിത്രമാക്കുന്നവനായ ബാബയുടെ ഓർമ്മയിൽ തന്നെ ശരീരം ഉപേക്ഷിക്കണം. ക്രിമിനൽ ഐസ്ഡ് ആയിരിക്കുകയാണെങ്കിൽ ഉള്ളിൽ തീർച്ചയായും നീറിക്കൊണ്ടിരിക്കും. ലക്ഷ്യം വളരെ വലുതാണ്. ആരെങ്കിലും നല്ല നല്ല കുട്ടികളായിരുന്നാൽ പോലും എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ തീർച്ചയായും ഉണ്ടാകുന്നു. കാരണം മായ ഉണ്ടല്ലോ. ആരും കർമാതീതമാവുക സാധ്യമല്ല. കർമാതീത അവസ്ഥ അവസാനമാണ് നേടുന്നത്. അപ്പോൾ സിവിലൈസ്ഡ് ആവുക സാധ്യമാണ്. പിന്നെ ആ ആത്മീയ ബ്രദർലി ലവ് നിലനിൽക്കുന്നു. ആത്മീയ ബ്രദർലി ലവ് വളരെ നന്നായി നിലനിൽക്കുന്നു. പിന്നെ ക്രിമിനൽ ദൃഷ്ടി ഉണ്ടായിരിക്കില്ല. അപ്പോൾ തന്നെയാണ് ഉയർന്ന പദവി നേടാൻ സാധിക്കുന്നത്. ബാബ എയിം ഓബ്ജക്റ്റ് ആണെങ്കിൽ പൂർണ്ണമായും പറഞ്ഞു തരുന്നു. കുട്ടികൾ മനസ്സിലാക്കുന്നുണ്ട്, നമ്മളിൽ ഇന്ന കുറവുകളുണ്ട്. എപ്പോഴാണോ രജിസ്റ്റർ വയ്ക്കുന്നത് അപ്പോൾ കുറവുകളെക്കുറിച്ചും അറിയാൻ കഴിയും. ചിലർ രജിസ്റ്റർ വെച്ചില്ലെങ്കിലും നന്നായേക്കാം. എന്നാൽ ആരാണോ അപക്വമായവർ അവർ തീർച്ചയായും രജിസ്റ്റർ വയ്ക്കേണ്ടതാണ്. അപക്വമായവർ ധാരാളമുണ്ട്. ചിലർക്കാണെങ്കിൽ എഴുതാൻ പോലും അറിയില്ല. നിങ്ങളുടെ അവസ്ഥ ആരുടെയും ഓർമ്മ വരാത്ത രീതിയിൽ ആകണം. ഞാൻ ആത്മാവ് ശരീരമില്ലാതെ വന്നു, ഇപ്പോൾ അശരീരിയായി പോകേണ്ടതുണ്ട്. ഇതിനെക്കുറിച്ച് ഒരു കഥയുണ്ട്.
അയാൾ പറഞ്ഞു, നിങ്ങൾക്ക് ഊന്നുവടി പോലും എടുക്കരുത്, അതും അവസാനം ഓർമ്മ വരും. ഒരു വസ്തുവിലും മമത്വം വയ്ക്കരുത്. വളരെ പേർക്ക് പഴയ വസ്തുക്കളിൽ മമത്വമുണ്ട്. ബാബയല്ലാതെ യാതൊന്നും ഓർമ്മ വരരുത്. എത്ര ഉയർന്ന ലക്ഷ്യമാണ്! മൺകട്ടകൾ എവിടെ? ശിവ് ബാബയുടെ ഓർമ്മ എവിടെ? ആവശ്യപ്പെടുന്നതിൻ്റെ ആഗ്രഹം ഉണ്ടായിരിക്കാൻ പാടില്ല. ഓരോരുത്തരും ഏറ്റവും കുറഞ്ഞത് 6 മണിക്കൂർ സർവീസ് തീർച്ചയായും ചെയ്യണം. പൊതുവെ ഗവൺമെൻറ്റിൻ്റെ സർവീസ് 8 മണിക്കൂറാണുള്ളത്. എന്നാൽ പാണ്ഡവ ഗവൺമെൻറ്റിൻ്റെ സർവീസ് ഏറ്റവും കുറഞ്ഞത് 5-6 മണിക്കൂർ തീർച്ചയായും ചെയ്യൂ. വിശേഷായ മനുഷ്യർക്ക് ഒരിക്കലും ബാബയെ ഓർമ്മിക്കാൻ സാധിക്കില്ല. സത്യയുഗത്തിൽ വൈസ്ലെസ് വേൾഡാണ്. ദേവീ ദേവന്മാരുടെ മഹിമകൾ പാടുന്നു. സർവഗുണസമ്പന്നം, 16 കലാസമ്പൂർണം. കുട്ടികളായ നിങ്ങളുടെ അവസ്ഥ എത്ര ഉപരാമം ആയിരിക്കേണ്ടതാണ്. ഒരു മോശമായ വസ്തുവിലും മമത്വം ഉണ്ടായിരിക്കരുത്. ശരീരത്തിലും മമത്വം ഉണ്ടാകരുത്. ഇത്രയും യോഗിയാകണം. എപ്പോഴാണോ സത്യസത്യമായ ഇങ്ങനെയുള്ള യോഗിയാകുന്നത്, അപ്പോൾ അവർ ഫ്രഷ് ആയിരിക്കും. എത്രത്തോളം നിങ്ങൾ സദോ പ്രധാനം ആയിക്കൊണ്ടിരിക്കുമോ അത്രയും സന്തോഷത്തിൻ്റെ രസം കയറിക്കൊണ്ടിരിക്കും. 5000 വർഷം മുമ്പും ഇങ്ങനെ സന്തോഷം ഉണ്ടായിരുന്നു. സത്യയുഗത്തിലും അതേ സന്തോഷം ഉണ്ടായിരിക്കും. ഇവിടെയും സന്തോഷം നിലനിൽക്കും. പിന്നെ ഇതേ സന്തോഷം കൂടെ കൊണ്ടുപോകും. അന്ത് മതി സോ ഗതി എന്ന് പറയാറുണ്ടല്ലോ. മതം ഇപ്പോഴത്തേത്, പിന്നെ ഗതി സത്യയുഗത്തിൽ ഉണ്ടാകും. ഇത് വളരെ വിചാരസാഗര മഥനം ചെയ്യേണ്ടതുണ്ട്. ബാബ ദുഃഖം ഹരിച്ച് സുഖം നൽകുന്നവനാണ്. നിങ്ങൾ പറയുന്നു നമ്മൾ ബാബയുടെ കുട്ടികളാണ്. അപ്പോൾ ആർക്കും ദുഃഖം നൽകാൻ പാടില്ല. എല്ലാവർക്കും സുഖത്തിൻ്റെ വഴി പറഞ്ഞു കൊടുക്കണം. അഥവാ സുഖം നൽകുന്നില്ലെങ്കിൽ തീർച്ചയായും ദുഃഖമായിരിക്കും നൽകുന്നത്. ഇത് പുരുഷോത്തമ സംഗമയുഗമാണ്. ഇതിൽ നിങ്ങൾ പുരുഷാർത്ഥം ചെയ്യുന്നു സദോ പ്രധാനം ആകുന്നതിന് വേണ്ടി. പുരുഷാർത്ഥികളും നമ്പർ വൈസാണ്. എപ്പോഴാണ് കുട്ടികൾ നല്ല സർവീസ് ചെയ്യുന്നത്, അപ്പോൾ ബാബ അവരുടെ മഹിമ ചെയ്യുന്നു. ഇന്ന് ഈ കുട്ടി യോഗിയാണ്. ആരാണോ സർവീസബിളായ കുട്ടികൾ, അവർ വൈസ്ലെസ് ലൈഫിലാണ്. ആർക്കാണോ അല്പം പോലും അങ്ങനെയും ഇങ്ങനെയുമുള്ള, അതായത് പാഴ്ചിന്തകൾ വരാത്തത്, അവർ തന്നെയാണ് അവസാനം കർമാതീത അവസ്ഥ നേടുന്നത്. ബ്രാഹ്മണരായ നിങ്ങൾ തന്നെയാണ് സിവിലൈസ്ഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. മനുഷ്യനെ ഒരിക്കലും ദേവത എന്ന് പറയാൻ സാധിക്കില്ല. ആര് ക്രിമിനൽ ഐസ്ഡ് ആയിരിക്കുമോ അവർ പാപം തീർച്ചയായും ചെയ്യും. സത്യയുഗീ ലോകം പവിത്ര ലോകമാണ്. ഇത് പതീത ലോകമാണ്. ഈ അർത്ഥവും മനസ്സിലാക്കുന്നില്ല. എപ്പോഴാണോ ബ്രാഹ്മണനാകുന്നത് അപ്പോഴേ മനസ്സിലാക്കുകയുള്ളൂ. ഇങ്ങനെ പറയുന്നു, ജ്ഞാനം വളരെ നല്ലതാണ്, ഒഴിവ് സമയമുണ്ടാകുമ്പോൾ വരാം. ബാബ മനസ്സിലാക്കുന്നു, ഒരിക്കലും വരികയില്ല. ഇത് ബാബയുടെ ഇൻസൾട്ടായി. മനുഷ്യനിൽ നിന്നും ദേവതയാവുകയാണ്. അപ്പോൾ ഉടനടി ചെയ്യേണ്ടതാണല്ലോ. നാളത്തേക്ക് മാറ്റിയെങ്കിൽ മായ മൂക്കിന് പിടികൂടി ഗട്ടറിലിടും. നാളെ നാളെ എന്ന് പറഞ്ഞ് കാലൻ ഭക്ഷിക്കും. നിങ്ങൾ ശുഭകാര്യങ്ങൾ വൈകിക്കരുത്. കാലൻ ശിരസിൻ്റെ മേൽ നിൽക്കുന്നു. എത്ര മനുഷ്യർ പെട്ടെന്ന് മരിച്ചു പോകുന്നു. ഇപ്പോൾ ബോംബ്സ് വീഴുകയാണെങ്കിൽ എത്ര മനുഷ്യർ മരിച്ചു പോകും. എർത്ത് ക്വേക്ക് ഉണ്ടാകുന്നുവല്ലോ. അപ്പോൾ ആദ്യമേ അറിയാൻ കഴിയുന്നില്ല. ഡ്രാമയനുസരിച്ച് നാച്ചുറൽ കലാമിറ്റീസും ഉണ്ടാകേണ്ടതുണ്ട്. അതിനെ ആർക്കും അറിയാൻ സാധിക്കില്ല. വളരെയധികം ഹാനി ഉണ്ടാകുന്നു. പിന്നെ ഗവൺമെൻറ് ട്രെയിനിൻ്റെ നിരക്കും മറ്റും വർദ്ധിപ്പിക്കുന്നു. മനുഷ്യർക്കാണെങ്കിൽ പോകേണ്ടി തന്നെ വരും. അത് മനുഷ്യർക്ക് കൊടുക്കാൻ കഴിയും വിധത്തിൽ വരുമാനം എങ്ങനെ വർദ്ധിപ്പിക്കട്ടെ എന്ന് ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ധാന്യങ്ങൾക്ക് എത്ര വിലക്കയറ്റമുണ്ടായി. അപ്പോൾ ബാബയിരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു, സിവിൽ ഐസ്ഡ് എന്ന് പറയുന്നത് പവിത്ര ആത്മാവിനെയാണ്. ഈ ലോകം തന്നെ ക്രിമിനൽ ഐസ്ഡ് ആണ്. നിങ്ങളിപ്പോൾ സിവിൽ ഐസ്ഡ് ആകുന്നു. പ്രയത്നമുണ്ട്. ഉയർന്ന പദവി നേടുന്നത്
ചിറ്റമ്മയുടെ വീട്ടിൽ പോകുന്നത് പോലെയല്ല. ആര് വളരെയധികം സിവിലൈസ്ഡ് ആകുമോ അവർ തന്നെയാണ് ഉയർന്ന പദവി നേടുന്നത്. നിങ്ങൾ ഇവിടെ നരനിൽ നിന്നും നാരായണൻ ആകുന്നതിനു വേണ്ടി വന്നിരിക്കുന്നു. എന്നാൽ ആര് സിവിലൈസ്ഡ് ആകുന്നില്ലയോ അവർക്ക് ജ്ഞാനം എടുക്കാൻ സാധിക്കില്ല. അവർ പദവിയും കുറഞ്ഞതായിരിക്കും നേടുക. ഈ സമയത്ത് എല്ലാ മനുഷ്യരുടേതും ക്രിമിനൽ ഐസ്ഡ് ആണ്. സത്യയുഗത്തിലാണ് സിവിൽ ഐസ്ഡ് ആയിരിക്കുന്നത്. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, മധുരമായ കുട്ടികളെ, നിങ്ങൾ ദേവീ ദേവന്മാർ സ്വർഗത്തിൻ്റെ അധികാരിയാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ വളരെ വളരെ സിവിൽ ഐസ്ഡ് ആകൂ. സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കൂ. അപ്പോൾ 100% സോൾ കോൺഷ്യസ് ആകാൻ സാധിക്കും. ആർക്കും അർത്ഥം മനസ്സിലാക്കിച്ചു കൊടുക്കണം. സത്യയുഗത്തിൽ പാപത്തിൻ്റെ ഒരു കാര്യവും ഉണ്ടാകുന്നതേയില്ല. അവർ സർവഗുണസമ്പന്നമാണ്, സമ്പൂർണ്ണ സിവിൽ ഐസ്ഡ് ആണ്. ചന്ദ്രവംശികൾക്ക് 2 കല കുറവാണ്. ചന്ദ്രനും അവസാനം ഒരു രേഖ അവശേഷിക്കുന്നു, പൂർണ്ണമായും ഇല്ലാതാകുന്നില്ല. പ്രായേണ ലോപിച്ചു പോയി എന്ന് പറയും, മേഘങ്ങളിൽ കാണപ്പെടുന്നില്ല. അപ്പോൾ ബാബു പറയുന്നു, നിങ്ങളുടെ ജ്യോതിയും പൂർണ്ണമായും അണഞ്ഞു പോകുന്നില്ല, കുറച്ചൊക്കെ ലൈറ്റ് അവശേഷിക്കുന്നു. സുപ്രീം ബാറ്ററിയിൽ നിന്നും വീണ്ടും നിങ്ങൾ പവർ എടുക്കുന്നു. സ്വയമേ വന്ന് പഠിപ്പിക്കുന്നു, എന്നോട് നിങ്ങൾക്ക് എങ്ങനെ യോഗം വയ്ക്കാൻ സാധിക്കും. ടീച്ചർ പഠിപ്പിക്കുന്നു, അപ്പോൾ ബുദ്ധിയോഗം ടീച്ചറിനോടൊപ്പം ഉണ്ടായിരിക്കുമല്ലോ. ടീച്ചർ ഏതൊരു മതം നൽകുമോ അത് പഠിക്കും. നമ്മളും പഠിച്ച് ടീച്ചർ അഥവാ ബാരിസ്റ്ററാകും. ഇതിൽ കൃപയുടെയോ ആശീർവാദത്തിൻ്റെയോ മറ്റോ കാര്യമേ ഇല്ല. ശിരസ് നമിക്കുന്നതിൻ്റെയും ആവശ്യമില്ല. പിന്നെ ആരെങ്കിലും ഹരി ഓം എന്നോ രാമരാമ എന്നോ പറയുകയാണെങ്കിൽ റിട്ടേണായി ചെയ്യേണ്ടി വരും. ഈ ഒരു മാന്യത കാണിക്കേണ്ടതുണ്ട്. അഹങ്കാരം കാണിക്കരുത്. നിങ്ങൾക്കറിയാം, നമുക്ക് ഒരു ബാബയെ തന്നെയാണ് ഓർമ്മിക്കേണ്ടത്. ആരെങ്കിലും ഭക്തി ഉപേക്ഷിക്കുകയാണെങ്കിലും കോലാഹലമുണ്ടാകുന്നു. ഭക്തി ഉപേക്ഷിക്കുന്നവരെ നാസ്തികരായി കണക്കാക്കുന്നു. അവർ നാസ്തികർ എന്ന് പറയുന്നതും നിങ്ങൾ നാസ്തികർ എന്ന് പറയുന്നതും തമ്മിൽ എത്ര വ്യത്യാസമുണ്ട്. നിങ്ങൾ പറയുന്നു, അവർ ബാബയെ അറിയുന്നില്ല, അതിനാൽ നാസ്തികരാണ്, അനാഥരാണ്. അതിനാൽ എല്ലാവരും അടിയും വഴക്കും കൂടിക്കൊണ്ടിരിക്കുന്നു. ഓരോ വീട്ടിലും വഴക്കും അശാന്തിയുമാണ്. ക്രോധത്തിൻ്റെ അടയാളമാണ് അശാന്തി. അവിടെ എത്ര അപാര ശാന്തിയാണ്. മനുഷ്യർ പറയുന്നു ഭക്തിയിൽ വളരെയധികം ശാന്തി ലഭിക്കുന്നു എന്ന്. എന്നാൽ അത് അല്പകാലത്തേക്കാണ്. ശാന്തി സദാകാലത്തേക്ക് വേണമല്ലോ. നിങ്ങൾ സനാതരിൽ നിന്നും അനാഥരായി മാറുന്നു. അപ്പോൾ ശാന്തിയിൽ നിന്നും പിന്നെ അശാന്തിയിലേക്ക് വന്നു പോകുന്നു. പരിധിയില്ലാത്ത ബാബ പരിധിയില്ലാത്ത സുഖത്തിൻ്റെ സമ്പത്ത് നൽകുന്നു. പരിധിയുള്ള പിതാവിൽ നിന്നും പരിധിയുള്ള സുഖത്തിൻ്റെ സമ്പത്ത് ലഭിക്കുന്നു. അത് വാസ്തവത്തിൽ ദുഃഖത്തിൻ്റേതാണ്. കാമകഠാരിയുടെ സമ്പത്താണ്. അതിൽ ദുഃഖം തന്നെ ദുഃഖമാണുള്ളത്. അതിനാൽ ബാബ പറയുന്നു, നിങ്ങൾ ആദി മധ്യ അന്ത്യം ദുഃഖം നേടുന്നു. ബാബ പറയുന്നു, പതീത പാവനായ പിതാവായ എന്നെ ഓർമ്മിക്കൂ. ഇതിനെ സഹജ ഓർമ്മയെന്നും സൃഷ്ടിചക്രത്തിൻ്റെ സഹജജ്ഞാനം എന്നും പറയുന്നു. നിങ്ങൾ സ്വയം തന്നെ ആദി സനാതന ദേവീദേവതാ ധർമ്മത്തിലേതാണ് എന്ന് മനസ്സിലാക്കുമെങ്കിൽ തീർച്ചയായും സ്വർഗത്തിൽ വരും. സ്വർഗത്തിൽ എല്ലാവരും സിവിൽ ഐസ്ഡ് ആയിരുന്നു. ദേഹാഭിമാനിയെ ക്രിമിനൽ ഐസ്ഡ് എന്ന് പറയുന്നു. സിവിൽ ഐസ്ഡ് ആയവരിൽ ഒരു വികാരവും ഉണ്ടായിരിക്കില്ല. ബാബ എത്ര സഹജമാക്കി മനസ്സിലാക്കിച്ചു തരുന്നു. എന്നാൽ കുട്ടികൾക്ക് ഇതുപോലും ഓർമ്മയുണ്ടായിരിക്കുന്നില്ല. കാരണം ക്രിമിനൽ ഐസ്ഡ് ആണ്. അപ്പോൾ മോശമായ ലോകം തന്നെയാണ് അവർക്ക് ഓർമ്മ വരുന്നത്. ബാബ പറയുന്നു, ഈ ലോകത്തെ മറന്നേക്കൂ. ശരി, മധുരമധുരമായ വളരെ കാലം വേർപിരിഞ്ഞ ശേഷം തിരിച്ചു കിട്ടിയ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ.
ധാരണയ്ക്കുള്ള മുഖ്യസാരം: ശരീരത്തിൽ അല്പം പോലും മമത്വം ഇല്ലാത്ത വിധം യോഗിയാകണം. ഒരു മോശമായ വസ്തുവിലും ആസക്തി ഉണ്ടാകരുത്. അവസ്ഥ ഈ വിധം ഉപരാമം ആയിരിക്കട്ടെ. സന്തോഷത്തിൻ്റെ രസം കയറിയിരിക്കണം. കാലൻ ശിരസിന്മേൽ നിൽക്കുകയാണ്. അതിനാൽ ശുഭകാര്യങ്ങൾ വൈകിക്കരുത്, നാളേക്ക് ഉപേക്ഷിക്കരുത്. വരദാനം: സമർത്ഥനായ ബാബയോട് കൗശലം കാണിക്കുന്നതിന് പകരം തിരിച്ചറിവിൻ്റെ ശക്തിയിലൂടെ സർവ പാപങ്ങളിൽ നിന്നും മുക്തരായി ഭവിക്കട്ടെ. പല കുട്ടികളും സമർത്ഥനായ ബാബയോട് പോലും കൗശലം കാണിക്കുന്നു. തൻ്റെ കാര്യം തെളിയിക്കുന്നതിനു വേണ്ടി, തൻ്റെ പേര് നല്ലതാക്കുന്നതിനു വേണ്ടി ആ സമയത്ത് തിരിച്ചറിയുന്നു. എന്നാൽ ആ തിരിച്ചറിവിൽ ശക്തി ഉണ്ടായിരിക്കില്ല. അതിനാൽ പരിവർത്തനം ഉണ്ടാകുന്നില്ല. ഇത് ശരിയല്ല എന്ന് പലരും മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ പേര് എവിടെയും മോശമാകരുത് എന്ന് ചിന്തിക്കുന്നു. അതിനാൽ തൻ്റെ വിവേകത്തിൻ്റെ ഹത്യ ചെയ്യുന്നു. ഇതും പാപത്തിൻ്റെ കണക്കിൽ ശേഖരിക്കപ്പെടുന്നു. അതിനാൽ കൗശലം ഉപേക്ഷിച്ച് സത്യമായ ഹൃദയത്തിൽ നിന്നുള്ള തിരിച്ചറിവിലൂടെ സ്വയം തന്നെ പരിവർത്തനപ്പെടുത്തി പാപങ്ങളിൽ നിന്നും മുക്തമാകൂ. സ്ലോഗൻ: ജീവിതത്തിൽ ഇരിക്കവേ ഭിന്ന ഭിന്ന ബന്ധനങ്ങളിൽ നിന്നും മുക്തമായിരിക്കുന്നത് തന്നെയാണ് ജീവൻ മുക്ത സ്ഥിതി. ഓം ശാന്തി. വ്യക്തദേഹത്തിൽ സൂക്ഷ്മ പ്രകാശബിന്ദുവായി ഞാൻ സ്ഥിതി ചെയ്യുന്നു. ഞാൻ ശക്തി സ്വരൂപ ആത്മാവാണ്. എന്നിൽ നിന്നും ശക്തിയുടെ കിരണങ്ങൾ 4 ഭാഗത്തും പ്രസരിക്കുന്നു. വ്യക്തഭാവത്തിന് ഉപരിയായി ഞാൻ നിരാകാരി ദേശത്തിൽ സർവശക്തിവാനായ പരമാത്മാവിൽ എൻ്റെ മനസ്സും ബുദ്ധിയും ഏകാഗ്രമാക്കുന്നു. ബാബയുടെ സമസ്ത ശക്തികളും എന്നിൽ ധാരണയാകുന്നു. ഞാൻ മാസ്റ്റർ സർവശക്തിവാൻ സ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്നു. സർവശക്തിവാന്റെ ഓർമ്മയിൽ ലയിച്ചിരുന്ന് സർവശക്തിവാനുമായി കമ്പൈൻഡ് ആയിരുന്ന് വിശ്വത്തിലെ ഭയഭീതരായ ആത്മാക്കൾക്ക് ഈശ്വരീയ ശക്തികളും ശാന്തിയും സന്തോഷവും ഞാൻ ദാനം ചെയ്യുന്നു. പരമാത്മാ ശക്തിയുടെ സകാശ് ആ ആത്മാക്കളെ സ്പർശിക്കുമ്പോൾ അവരിലെ ഭയം നീങ്ങി അവർ ശക്തിശാലിയും ശാന്തസ്വരൂപവും സന്തുഷ്ടരുമായി മാറട്ടെ.